അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരു കഥ പറഞ്ഞ് നമുക്ക് വിഷയത്തിലേക്ക് പ്രവേശിക്കാം. ജനങ്ങളോട് ഹൃദ്യമായി പെരുമാറാനറിയാത്ത വളരെ മോശം സ്വഭാവക്കാരനായിരുന്ന ഒരു മാനേജറുടെ സെക്രട്ടറിയായി ജോലി ചെയ്യുകയായിരുന്നു അയാൾ. മാനേജർ അയാൾക്ക് സാധിക്കാത്തത്ര ജോലിഭാരം അയാളെ അടിച്ചേൽപ്പിക്കുമായിരുന്നു. ഒരിക്കൽ മാനേജർ സെക്രട്ടറിയെ വിളിച്ചു. അയാൾ ഹാജരായി. ശരി, എന്താണ് വേണ്ടത് പറഞ്ഞാലും. ഞാൻ നിൻ്റെ ഓഫീസ് നമ്പറിൽ വിളിച്ചു, നീ പ്രതികരിച്ചില്ല. അയാൾ അട്ടഹസിച്ചു. ക്ഷമിക്കണം, ഞാൻ അടുത്ത ഓഫീസിലായിരുന്നു, സെക്രട്ടറി വിനയത്തോടെ ബോധിപ്പിച്ചു. എപ്പോഴും സോറി. ഈ കടലാസ് റിപ്പയർ സെക്ഷനിൽ കൊടുത്ത് വേഗം തിരിച്ചു വാ, അയാൾ ആജ്ഞാപിച്ചു. സെക്രട്ടറി അസ്വസ്ഥനായി. ആ കടലാസ് റിപ്പയർ വിഭാഗം തലവനെ കൊണ്ടുപോയി കൊടുത്തു. ഇത് വേഗം ശരിയാക്കണം എന്ന് അയാൾ പറഞ്ഞു. സെക്രട്ടറിയുടെ ശൈലി അയാളെ അലോസരപ്പെടുത്തി. ശരി, അത് അതിൻ്റെ ശരിയായ സ്ഥലത്ത് വെക്കുക, അയാൾ പറഞ്ഞു. ശരിയായ സ്ഥാനത്തോ അസ്ഥാനത്തോ വെച്ചാലും വേഗം ശരിയാക്കണം, സെക്രട്ടറി പ്രതിവചിച്ചു. അവർ രണ്ടുപേരും ഉച്ചത്തിൽ വാഗ്വാദം നടത്തി. സെക്രട്ടറി തൻ്റെ ഓഫീസിലേക്ക് തിരിച്ചുപോയി. 2 മണിക്കൂറിന് ശേഷം റിപ്പയർ സെക്ഷനിലെ ഒരു കീഴ് ജീവനക്കാരൻ തൻ്റെ മേധാവിയുടെ അടുത്തെത്തി തൻ്റെ കുട്ടികളെ സ്കൂളിൽ നിന്ന് എടുത്ത് തിരിച്ചു വരാമെന്ന് പറഞ്ഞു. നിങ്ങളെന്നും പുറത്തു പോകുന്നു, അയാൾ അട്ടഹസിച്ചു. ഞാനിത് വർഷങ്ങളായി തുടരുന്ന കാര്യമാണ്, നിങ്ങൾ ആദ്യമായാണ് എതിർപ്പ് പ്രകടിപ്പിക്കുന്നത്, അയാൾ പറഞ്ഞു. പറഞ്ഞത് കേട്ടാൽ മതി, ഓഫീസിലേക്ക് പോ, മേധാവിയുടെ ഗർജനം വീണ്ടും. മേധാവിയുടെ ശൈലി കേട്ട് അമ്പരന്ന് പാവം തൻ്റെ ഓഫീസിലേക്ക് പോയി. മക്കളെ വീട്ടിലെത്തിക്കാൻ ആരെയെങ്കിലും ലഭിക്കുമോ എന്നന്വേഷിച്ചു. പലർക്കും ഫോൺ ചെയ്യാൻ തുടങ്ങി. ആ പാവങ്ങൾ കുറേ സമയം പുറത്തു നിന്ന് വെയിൽ കൊണ്ടു. അവസാനം ഒരധ്യാപകൻ അവരെ വീട്ടിലെത്തിക്കാമെന്നേറ്റു. ആ ജീവനക്കാരൻ രോഷാകുലനായി വീട്ടിൽ തിരിച്ചെത്തി. അദ്ദേഹത്തിൻ്റെ കൊച്ചുമകൻ ഒരു കളിപ്പാട്ടവുമായി വന്നു. ഇതെനിക്ക് അധ്യാപകൻ സമ്മാനിച്ചതാണെന്ന് പറയാൻ തുഞ്ഞപ്പോഴേക്കും ഉമ്മയോട് പോയി പറഞ്ഞോ എന്ന് പറഞ്ഞ് കുട്ടിയെ പിടിച്ചു തള്ളി. കുട്ടി കരഞ്ഞുകൊണ്ട് ഉമ്മയുടെ അടുത്തേക്ക് പോയി. പതിവ് പോലെ തൻ്റെ കാലിൽ തലോടനായി സുന്ദരിപ്പൂച്ച അവൻ്റെ അടുത്തേക്ക് വന്നു. അവൻ കാലുകൊണ്ട് അതിനെ തൊഴിച്ചു. അത് ചുവരിൽ ചെന്നു പതിച്ചു. കഥ മുഴുവനായി കേട്ടവർ ഉത്തരം പറയുക. യഥാർത്ഥത്തിൽ ഈ പൂച്ചയെ തൊഴിച്ചത് ആര്? നിങ്ങളുടെ മുഖത്ത് ചിരി വിടർന്നിരിക്കുമെന്ന് കരുതുന്നു. മാനേജർ എന്നായിരിക്കും നിങ്ങളുടെ ഉത്തരം. ശരിയാണ്. അയാളുടെ മനസ്സ് സമ്മർദ്ദം കൊണ്ട് പൊട്ടിത്തെറിക്കുകയായിരുന്നു. നാം എന്തുകൊണ്ട് ബാധ്യതകൾ വിഭജിച്ച് നൽകാൻ പഠിക്കുന്നില്ല? നമുക്ക് ചെയ്യാൻ സാധിക്കാത്ത കാര്യങ്ങൾ ഇത് നമ്മുടെ കഴിവിൽപ്പെട്ടതല്ലെന്ന് ധൈര്യപൂർവ്വം പറയുക. മനസ്സിനെ സമ്മർദ്ദത്തിലാക്കിയാൽ നിങ്ങളുടെ ചെയ്തികളുടെ ദുഷ്ഫലം പ്രശ്നത്തിൽ കക്ഷിയല്ലാത്തവർ കൂടി അനുഭവിക്കേണ്ടി വരും. മറ്റുള്ളവർ പ്രശ്നപരിഹാരത്തിന് നിർബന്ധിക്കുമ്പോൾ, വാക്ക് നൽകുമ്പോൾ കരുതിയിരിക്കണം. ചിലപ്പോൾ നിങ്ങൾക്കത് പാലിക്കാൻ സാധിച്ചില്ലെന്ന് വരും. ഈ കഥയിൽ യഥാർത്ഥത്തിൽ മാനേജറുടെ ദേഷ്യം അതാണ് അവസാനം കുട്ടി പൂച്ചയെ തൊഴിക്കുന്നതിലേക്ക് എത്തിച്ചേർന്നത്. മാനേജർ സെക്രട്ടറിയോട് ദേഷ്യപ്പെടുന്നു. സെക്രട്ടറി ആ ദേഷ്യം റിപ്പയർ സെക്ഷൻ മേധാവിയോട് കാണിക്കുന്നു. റിപ്പയർ സെക്ഷൻ മേധാവി തൻ്റെ കീഴ്ജോലിക്കാരനോട് കാണിക്കുന്നു. കീഴ്ജോലിക്കാരൻ തൻ്റെ വീട്ടിലെ കുട്ടിയോട് കാണിക്കുന്നു. കുട്ടി ആ ദേഷ്യം പൂച്ചയോട് കാണിക്കുന്നു. അങ്ങനെ അവസാനം കുട്ടി പൂച്ചയെ തൊഴിക്കുന്നു. മദീനയിൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സദസ്സിലിരിക്കുകയാണ്. ഇസ്ലാം പ്രചരിക്കുകയും ഏകദൈവ വിശ്വാസം പ്രബലമാവുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന കാലം. ഗോത്രത്തലവന്മാർ പ്രവാചകനോട് കൂറു പ്രഖ്യാപിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. മനസ്സിൽ ഈർഷ്യത്തോടുകൂടി അപമാനം സഹിച്ചു വരുന്നവരുമുണ്ട് അവരുടെ കൂട്ടത്തിൽ. തൻ്റെ ജനതയിൽ നല്ല സ്വാധീനമുണ്ടായിരുന്ന പ്രമുഖനായ ഒരു അറബി ഗോത്രത്തലവൻ അവിടെ വന്നു. ആമിർ ബിൻ തുഫൈൽ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. ഇസ്ലാം ശക്തമായി പ്രചരിക്കുന്നത് കണ്ടപ്പോൾ തൻ്റെ ജനത അദ്ദേഹത്തോട് ഇസ്ലാം സ്വീകരിക്കാൻ ആവശ്യപ്പെട്ടു. അദ്ദേഹം വലിയ അഹന്തയും അഹങ്കാരവുമുള്ള ആളായിരുന്നു. അറബികൾ എന്നെ അവരുടെ രാജാവായി വാഴിച്ചതിന് ശേഷമേ ഞാൻ മരിക്കുകയുള്ളൂ എന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. അതിനാൽ ഞാൻ ആ ഖുറൈശി ബാലനെ അനുഗമിക്കാൻ പോകുന്നില്ല, അയാൾ പ്രഖ്യാപിച്ചു. പിന്നീട് ആളുകൾ ഇസ്ലാമിന് കീഴടങ്ങിയപ്പോൾ അതിൻ്റെ സ്വാധീനം ബോധ്യമായ അദ്ദേഹം ചില അനുയായികളുമായി പ്രവാചകന്റെ അടുത്തേക്ക് തിരിച്ചതാണ്. അദ്ദേഹം പള്ളിയിലെത്തിയപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അനുയായികളോടൊപ്പം ഇരിക്കുകയായിരുന്നു. പ്രവാചകന്റെ മുന്നിൽ ഹാജരായ അദ്ദേഹം, മുഹമ്മദെ, എനിക്ക് നിങ്ങളെ ഒന്ന് സ്വകാര്യമായി കാണണമെന്ന് പറഞ്ഞു. നീ ഏകനായ അള്ളാഹുവിൽ വിശ്വസിക്കാതെ
അതിന് സാധ്യമല്ല എന്നായിരുന്നു ഇത്തരം ആളുകളെ കരുതലോടെ വീക്ഷിച്ചിരുന്ന പ്രവാചകന്റെ പ്രതികരണം. അയാൾ അത് ആവർത്തിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വീണ്ടും അത് തിരസ്കരിച്ചു. എൻ്റെ കൂടെ വരൂ, എനിക്ക് നിങ്ങളോട് സംസാരിക്കണം, അയാൾ ആവർത്തിച്ചു കൊണ്ടിരുന്നു. തിരുമേനി അയാളുടെ കൂടെ എഴുന്നേറ്റുപോയി. ഇർബദ് എന്നു പേരുള്ള തൻ്റെ അനുയായിയെ അയാൾ കൂടെ കൊണ്ടുപോയി. പ്രവാചകനെ വധിക്കാൻ അവർ രണ്ടുപേരും ധാരണയിൽ തീർന്നു. ഞാൻ അദ്ദേഹത്തിന്റെ ശ്രദ്ധ തിരിക്കുമ്പോൾ നീ വാളുകൊണ്ട് വെട്ടണം, അതായിരുന്നു അയാൾ ഇർബദിനോട് പറഞ്ഞത്. ഇർബദ് വാൾ കയ്യിൽ പിടിച്ചു ഒരുങ്ങി നിന്നു. അവർ രണ്ടുപേരും ചുവരിന്റെ അടുത്തേക്ക് മാറി നിന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആമിറിനോട് സംസാരിക്കാൻ അങ്ങോട്ട് പോയി. ഇർബദ് വാളുമായി ഒരുങ്ങി നിന്നു. അത് ഉറയിൽ നിന്ന് ഊരാൻ ശ്രമിച്ചെങ്കിലും കൈകൾ മരവിച്ചത് കാരണം അയാൾക്കതിന് സാധിച്ചില്ല. ആമിർ പ്രവാചകന്റെ ശ്രദ്ധ തന്നിലേക്ക് ആകർഷിച്ച് ഇർബദിനെ നോക്കിക്കൊണ്ടിരുന്നു. അദ്ദേഹം നിശ്ചലനായി മരവിച്ചു നിൽക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിഞ്ഞു നോക്കിയപ്പോൾ വാളും പിടിച്ചു നിൽക്കുന്ന ഇർബദിനെ കണ്ടു. ആമിർ സത്യവിശ്വാസം സ്വീകരിക്കുക, തിരുമേനി പറഞ്ഞു. ഞാൻ മുസ്ലിമായാൽ എനിക്ക് നിങ്ങൾ എന്ത് നൽകും? ആമിർ ചോദിച്ചു. മുസ്ലിങ്ങൾക്കുള്ള എല്ലാ അവകാശങ്ങളും അവരുടെ ബാധ്യതകളും നിനക്കുമുണ്ടാകും, തിരുമേനി പ്രതിവചിച്ചു. ഞാൻ മുസ്ലിമായാൽ നിങ്ങൾക്കു ശേഷം അധികാരം എനിക്ക് തരുമോ? ഒരിക്കലും നടക്കാത്ത വാഗ്ദാനം നൽകാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉദ്ദേശിച്ചില്ല. അതുകൊണ്ട് തന്നെ അതൊരിക്കലും നിനക്കോ നിന്റെ ജനതക്കോ ലഭിക്കില്ല, അവിടുന്ന് ധീരമായി തുറന്നു പറഞ്ഞു. അപ്പോൾ ആമിർ അല്പം വിട്ടുവീഴ്ചയോടുകൂടി പറഞ്ഞു, ഞാൻ മുസ്ലിമായാൽ എനിക്ക് ഗ്രാമങ്ങളുടെ അധികാരം നൽകുക, നഗര ജനവാസ പ്രദേശങ്ങൾ നിങ്ങൾ തന്നെ എടുത്തുകൊള്ളുക. നിറവേറ്റാൻ കഴിയുമെന്ന് ഉറപ്പില്ലാത്ത വാഗ്ദാനങ്ങൾ നൽകാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തയ്യാറായിരുന്നില്ല. അതിനാൽ സാധ്യമല്ലെന്നായിരുന്നു പ്രതികരണം. ഇത് കേട്ട് ദേഷ്യം വന്ന ആമിറിന്റെ മുഖം വിവരണമായി. അയാൾ ഉറക്കെ പറഞ്ഞു, അള്ളാഹുവാണ് സത്യം, മുഹമ്മദേ, ഞാൻ ആ താഴ്വരകളിൽ കുതിരകളെയും യുവാക്കളെയും നിറക്കും. ഓരോ ഈത്തപ്പനയിലും ഒരു കുതിരയെ തളക്കും. 2000 കുതിരകളുമായി ഞാൻ നിന്നെ ആക്രമിക്കും. ഇത് പറഞ്ഞുകൊണ്ട് അയാൾ വിറകൊണ്ട് തിരിച്ചുപോയി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അയാളെ ഇമവെട്ടാതെ നോക്കിയിരുന്നു. തൻ്റെ നയനങ്ങൾ ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചു, അള്ളാഹുവേ, അയാളുടെ ഉപദ്രവത്തിൽ നിന്ന് നീ എന്നെ കാക്കുകയും അവൻ്റെ ജനതയ്ക്ക് സന്മാർഗ ദർശനം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ആമിർ അനുചരന്മാരുമായി പുറപ്പെട്ടു. മദീനയുടെ അതിർത്തി പിന്നിട്ടു. മദീനയെ ആക്രമിക്കാൻ ഒരു സൈന്യത്തെ തയ്യാറാക്കണമെന്ന ചിന്തയായിരുന്നു അയാളുടെ മനസ്സു നിറയെ. ദീർഘയാത്ര കാരണം ക്ഷീണിച്ച അയാളിൽ തളർച്ചയുടെ ലക്ഷണങ്ങൾ പ്രകടമായി. വിശ്രമിക്കാൻ ഒരു സ്ഥലം അന്വേഷിച്ചു. തൻ്റെ ഗോത്രത്തിൽപ്പെട്ട സലൂലിയ എന്ന ഒരു സ്ത്രീ താമസിച്ചിരുന്ന കുടിൽ ശ്രദ്ധയിൽപ്പെട്ടു. വീട്ടിൽ അതിഥികളായി എത്തുന്നവരെ പോലും മോശക്കാരായി ഗണിക്കാൻ മാത്രം ദുർവൃത്തയായിരുന്നു അവൾ. അയാൾക്ക് മറ്റൊരു സ്ഥലവും ലഭിക്കാതിരുന്നത് കൊണ്ട് അവിടെ ഇറങ്ങി വിശ്രമിച്ചു. അയാളുടെ തൊണ്ടയിൽ ഗ്രന്ഥിവീക്കവും നീർക്കെട്ടും പ്രത്യക്ഷപ്പെട്ടു. ഒട്ടകങ്ങളെ ബാധിക്കുന്ന ഈ രോഗം അവയുടെ മരണഹേതുവാകാറുണ്ട്. അയാൾ പേടിച്ചു വിറച്ച് തൻ്റെ മുറിവിൽ തടവിക്കൊണ്ട് പറഞ്ഞു, ഒട്ടകങ്ങൾക്കുണ്ടാകുന്ന ഗ്രന്ഥിവീക്കം സലൂരിയുടെ വീട്ടിൽ വെച്ചുള്ള അന്ത്യം, ദുഷിച്ച സ്ഥലത്ത് വെച്ചുള്ള ദുർമരണം എന്നർത്ഥം. യോദ്ധാക്കളുടെ വാളിൻ്റെ വെട്ടേറ്റ് യുദ്ധക്കളത്തിൽ വെച്ച് മരിക്കാനായിരുന്നു അയാൾ ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ മൃഗങ്ങളെ ബാധിക്കുന്ന രോഗം വന്നു ഒരു ദുർവൃത്തയുടെ വീട്ടിൽ കിടന്ന് മരിക്കാനായിരുന്നു വിധി. എന്തൊരു നിന്ദ്യത! തൻ്റെ കുതിരയെ കൊണ്ടുവരാൻ അയാൾ ആജ്ഞാപിച്ചു. അയാൾ അതിൻ്റെ പുറത്ത് ചാടിക്കയറി കുന്തം കയ്യിലെന്തി കുതിര അയാളെയും കൊണ്ട് കറങ്ങാൻ തുടങ്ങി. അയാൾ വേദന കൊണ്ട് പുളഞ്ഞു. തൻ്റെ കൈകൊണ്ട് പിരടിയിൽ തലോടി. ഒട്ടകത്തിൻ്റെ ഗ്രന്ഥിവീക്കം സലൂരിയുടെ വീട്ടിൽ വെച്ചുള്ള മരണം എന്ന് അയാൾ പറഞ്ഞുകൊണ്ടിരുന്നു. കുതിര അയാളെയും കൊണ്ട് കറങ്ങുന്നതിനിടയിൽ അയാൾ ജീവൻ നഷ്ടപ്പെട്ട് നിലം പതിച്ചു. അനുയായികൾ അയാളെ ഉപേക്ഷിച്ചു നാട്ടിലേക്ക് തിരിച്ചുപോയി. അവർ നാട്ടിലെത്തിയപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചുകൊണ്ട് ആളുകൾ ഇർബദിൻ്റെ ചുറ്റും പൊതിഞ്ഞു. ഒന്നുമില്ല, മുഹമ്മദ് ഞങ്ങളോട് എന്തോ ഒന്നിനെ ആരാധിക്കാൻ ആവശ്യപ്പെട്ടു. അയാൾ ഇപ്പോൾ എൻ്റെ അടുത്തുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ അദ്ദേഹത്തെ അമ്പെയ്തു കൊല്ലുമായിരുന്നു, അയാൾ പറഞ്ഞു. എന്തൊരു ധിക്കാരം! ഇത് പറഞ്ഞു 1-2 ദിവസം കഴിഞ്ഞ് തൻ്റെ ഒട്ടകത്തെ വിൽക്കാനായി അയാൾ പുറപ്പെട്ടു. അയാളെ അള്ളാഹു ഒരു ഇടിമിന്നൽ ഏൽപ്പിച്ച് നശിപ്പിച്ചു കളഞ്ഞു.